പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ടേ. നമ്മളൊരു പടം വരയ്ക്കാൻ പഠിക്കാൻ പോവാം. അതായത് ഒരു മുഖം ഇങ്ങനെ വരയ്ക്കുകയാണ്. നമ്മൾ ഈ വീടൊക്കെ പണിയുമ്പോഴേ ആദ്യം പ്ലാൻ വരച്ചിട്ടല്ലേ മുകളിലേക്ക് പണിയുന്നത്. അപ്പോൾ അതുപോലെ എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടങ്ങ് വരയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. ആദ്യം നമ്മളിങ്ങനെ ചെറിയ സ്കെച്ചുകളിട്ട് അപ്പോൾ ഒരാളിനെയൊക്കെ വരയ്ക്കാനും വളരെ എളുപ്പമാണ്. വെറും വരകൾ മാത്രം മതി. വരയ്ക്കുന്ന പുതിയ ആളുകൾക്ക് ഒരു സംഗതി നിങ്ങൾ വിചാരിക്കും ഞാൻ ഫൈൻ ആർട്സുകാരനാണ്. അതില്ല, ഞാൻ ഒരു ചിത്രകലയും പഠിച്ചിട്ടില്ല കേട്ടോ, നിങ്ങളെപ്പോലെ തന്നെ. പക്ഷേ മറിച്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ വരകളിട്ടിട്ട് പടം വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ മുഖം വരയ്ക്കുന്ന ഒരു ട്യൂട്ടോറിയലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ തരാം. നമ്മൾ സോ കോൾഡായിട്ടൊരു മുഖം വരയ്ക്കുന്നതാണ് എപ്പോഴും പഠിക്കുന്നത്. അങ്ങനെയല്ല, മുഖം നമുക്ക് വളയത്തിന് പുറത്ത് ചാടാം. വളയത്തിന് പുറത്ത് ചാടാം എന്ന് പറഞ്ഞത് കൃത്യം അളവ് കോലുകളിൽ പടം വരയ്ക്കാൻ പഠിക്കണമെന്നില്ല. മറിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ മനസ്സിലുള്ള പടം വരയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വരകൾ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നീട് ഞാൻ അതിന് എന്താ ഒരു സ്കെൽട്ടൻ വരച്ചിട്ട് അതിന് മാംസം കൊടുക്കുകയാണ്. അതിന് കുറച്ചുകൂടി വൃത്തികൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പെൺകുട്ടി നിന്നിട്ട് കൈ പൊക്കി നിൽക്കുന്ന ഒരു പടം ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 10 B10 പെൻസിലാണ്. ഏത് പെൻസിലും ഉപയോഗിക്കാം കേട്ടോ, ഏത് പേപ്പർ ഉപയോഗിക്കാം. ഇതൊരു നോട്ട് പാഡിൽ ഞാൻ വരയ്ക്കുന്നുള്ളൂ. എങ്ങനെയും നിങ്ങൾക്ക് വരയ്ക്കാം. ആദ്യം കണ്ടല്ലോ, കുറച്ച് വരകൾ മാത്രം ഇട്ടിട്ട് ആ വരകൾക്ക് അപ്പുറം ഇപ്പുറവും കുറച്ച് സ്കെച്ചുകളാണ് ഇപ്പോൾ ഞാൻ സ്കെച്ച് ചെയ്യുന്നത്. ആ മുടിയൊന്ന് വരച്ചിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ താഴേക്ക് അവിടെ ഒന്ന് കൊടുക്കുകയാണ്. ആ ഡ്രസ്സ് ഒന്ന് ക്ലിയർ ചെയ്യാണ് മാത്രമേ ഉള്ളൂ. കാണാമല്ലോ, നോക്കിക്കോളൂ. ഇടയ്ക്കൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ പെൻസിലില്ലേ 10B ആണത്. കണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് വരച്ച് കൊടുക്കുക. ഈ മുഖം വരയ്ക്കുന്നതിൻ്റെ വേറെ ട്യൂട്ടോറിയൽ ഞാൻ തരാം. അത് വരകൾക്കിടയിൽ നിന്ന് മാറി മാറി വരയ്ക്കണം. മനസ്സിൽ തോന്നുന്നു വരയ്ക്കുക, അതിനുള്ള എളുപ്പ വഴി മാത്രമാണിത്. അപ്പോൾ ഒന്ന് ശ്രമിക്കുക. താങ്ക് യു.